നമസ്കാരം, എല്ലാവർക്കും വിൻമയ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചില്ലി ഗോപിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഒരു കോളിഫ്ലവർ മൊത്തമായിട്ട് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് ഇങ്ങനെ അതിൻ്റെ പൂ മാത്രം എടുത്തിട്ട് ഞാൻ നല്ലോണം മഞ്ഞളും ഉപ്പിട്ടിട്ട് കഴുകിയിട്ട് ചൂടുവെള്ളത്തിൽ ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്ത് ആ വെള്ളം ഊറ്റിയെടുത്തതാണ് ഇത്. പിന്നെ നമുക്ക് മൈദ വേണം. ഒരു 2 ടേബിൾ സ്പൂൺ മൈദ, ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ഒരു വലിയ സവാള, ഒരു കാപ്സിക്കം, ആവശ്യത്തിന് ഉപ്പ്, ചില്ലി സോസ് 2 ടീസ്പൂണ്, സോയ സോസ് 1 ടീസ്പൂണ്, പിന്നെ 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസും 1 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസ്, കുറച്ച് വിനാഗിരി, 1 ടീസ്പൂണോളം വിനാഗിരി വേണം, കുറച്ച് മല്ലിയില, പിന്നെ കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി അരിഞ്ഞത്, 1 ടീസ്പൂണ് ഇഞ്ചി അരിഞ്ഞത്, 2 പച്ചമുളക്. ഇത്രയാണ് ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ. ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ മൈദയും 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും പിന്നെ കുറച്ച് ഉപ്പും, ഒരു 3/4 ടീസ്പൂണോളം ഉപ്പ് ഇട്ടിട്ട് നമുക്കൊന്ന് കോളിഫ്ലവർ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇതിൽ അതുപോലെ ഞാൻ നല്ലോണം മൈദയും കോൺഫ്ലവറും ഉപ്പ് ഇട്ടിട്ട് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിത് കോരിയെടുത്തിട്ട് ബാക്കിയെല്ലാം ഇതുപോലെ വറുത്തെടുക്കാം നമുക്ക്. അപ്പോൾ ഞാൻ കോളിഫ്ലവറെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ, അതേ എണ്ണ തന്നെ ഞാൻ ഊറ്റിയെടുക്കുക ചെയ്തത്. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ പച്ചമുളകും. ഇത് 3 ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് സവാളയും കാപ്സിക്കം ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. കാരണം എന്താ വെച്ചാൽ നമ്മൾ സോസിലെല്ലാം നല്ലോണം ഉപ്പുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ ഒരു നുള്ളു ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് സോസുകളെല്ലാം ഒഴിച്ചു കൊടുക്കാം. സോയ സോസും ചില്ലി സോസ്, റെഡ് ചില്ലി സോസ്, ടൊമാറ്റോ സോസ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കായിരുന്നു. ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നേരത്തെ ഞാൻ എല്ലാം പെരക്കിയ ആ കോൺഫ്ലവറിൻ്റെ മിക്സാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നിങ്ങളെടുത്ത് അത് തീർന്നതാണെങ്കിൽ നിങ്ങൾ 1 സ്പൂണ് കോൺഫ്ലവറിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഇനി കോൺഫ്ലവർ ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. ഈ മസാലയെല്ലാം ഈ കോളിഫ്ലവറിലേക്ക് പിടിക്കേണ്ട രീതിയിൽ, സോസെല്ലാം നന്നായിട്ട് ഇതിൽ ആവേണ്ട രീതിയിൽ മിക്സാക്കിയിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പോൾ 2 മിനിറ്റ് ഞാൻ ഒന്ന് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ നമ്മളെ ചില്ലി ഗോപിയുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇത്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള ചില്ലി ഗോപിയുടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അധികം സ്പൈസി ഒന്നുമല്ല, കുറച്ച് പച്ചമുളക് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ അപ്പോൾ ഇത് പൊറോട്ടക്കും ചപ്പാത്തിക്കും നാനും എല്ലാം നല്ല മാച്ചായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും എല്ലാം ചെയ്യണേ. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി വേണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.